നമസ്കാരം. ഭഗവാൻ ശ്രീരാമൻ തന്റെ തൃക്കൈകളാൽ സൃഷ്ടിച്ച മൂലവർ പ്രതിഷ്ഠയുള്ളതും വൈഷ്ണവരുടെ അഭിമാന ക്ഷേത്രങ്ങളിൽ ഒന്നുമായ ഒരു വിഷ്ണു ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. ക്ഷേത്രം അരുൾമിகு കോദണ്ഡരാമസ്വാമി തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തിരുവാരൂർ ജില്ലയിൽ വടുവൂർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ സീതാദേവി സമേതനായ ഭഗവാൻ ശ്രീരാമൻ കോദണ്ഡരാമർ എന്ന നാമത്തിലും രുക്മിണി സത്യഭാമ സമേതനായ ഗോപാലർ ഉത്സവമൂർത്തിയായും അനുഗ്രഹം ചൊരിയുന്നു. പ്രധാനമായും ശ്രീരാമൻ തന്റെ കൈകളാൽ നിർമ്മിച്ച വിഗ്രഹമാണ് ഇവിടത്തെ മൂലവർ എന്നാണ് പുരാണങ്ങൾ. വൈഷ്ണവരുടെ 108 ദിവ്യദേശങ്ങൾ പോലെ പ്രാധാന്യമർഹിക്കുന്ന 108 അഭിമാന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. തീവ്ര വിഷ്ണുഭക്തരായ 12 ആഴ്വാർമാർ സന്ദർശിച്ച് മംഗളാശാസനം പാടിയിട്ടുള്ളതും പ്രത്യേകം തായാർ സന്നിധി ഉള്ളതുമായ വിഷ്ണു ക്ഷേത്രങ്ങളാണ് ദിവ്യദേശങ്ങൾ. എന്നാൽ ദിവ്യദേശങ്ങളോളം തന്നെ പൗരാണിക പ്രാധാന്യമുള്ളതും ആഴ്വാർമാർ സന്ദർശിച്ചിട്ടില്ലെങ്കിലും ആചാര്യന്മാർ സന്ദർശിച്ച് ബാസുരങ്ങൾ പാടിയിട്ടുള്ളതുമായ വിഷ്ണു ക്ഷേത്രങ്ങളാണ് അഭിമാന ക്ഷേത്രങ്ങൾ. ഗുരുവായൂർ ക്ഷേത്രം അഭിമാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. പല അഭിമാന ക്ഷേത്രങ്ങളും ദിവ്യദേശങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. തിരുവാരൂർ ജില്ലയിലുള്ള പഞ്ചരാമ ക്ഷേത്രങ്ങളിൽ ഒന്നാണിവിടം. ഈ പ്രദേശത്തിന് വകുളാരണ്യ ക്ഷേത്രം, ദക്ഷിണ അയോധ്യ എന്നെല്ലാം നാമങ്ങളുണ്ട്. ഒരു ഏകാദശി ദിവസം ഈ നാട്ടിലെ വിദ്വാൻമാർക്ക് രാജാക്കന്മാർ ഈ പ്രദേശം ദാനം ചെയ്തതിനാൽ ഇവിടം ഏകാദശി ഗ്രാമം എന്നും അറിയപ്പെടുന്നു. വടുവൂർ പക്ഷി സങ്കേതവും ഇവിടെ അടുത്താണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. രാമായണ ഇതിഹാസ നായകനായ ഭഗവാൻ ശ്രീരാമൻ തന്റെ വനവാസകാലം പൂർത്തിയാക്കി അയോധ്യയിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങുന്ന വേളയിൽ ദണ്ഡകാരണ്യത്തിൽ വസിച്ചിരുന്ന മുനിമാരെ സന്ദർശിച്ചു. അവരുടെ അഭ്യർത്ഥന പ്രകാരം ഒരു രാത്രി സീതയോടും ലക്ഷ്മണനോടുമൊപ്പം അവിടെ താമസിച്ചു. പിറ്റേന്ന് പുറപ്പെടാനൊരുങ്ങിയ ശ്രീരാമനോട് കുറച്ചുകാലം തങ്ങളുടെ കൂടെ കഴിയാൻ മുനിമാർ നിർബന്ധിച്ചു. ശ്രീരാമൻ തന്റെ കൈകൾ കൊണ്ട് തന്റെ തന്നെ ഒരു മനോഹര ശില്പമുണ്ടാക്കി താൻ താമസിച്ചിരുന്ന ആശ്രമത്തിന്റെ വാതിൽക്കൽ വെച്ചു. ശ്രീരാമന്റെ യാത്രയെ തങ്ങളുടെ ഭക്തിയാൽ തടയാനെത്തിയ മുനിമാർ ദിവ്യമായ ആ മനോഹര പ്രതിഷ്ഠയിൽ മോഹിതരായി നിന്നപ്പോൾ ശ്രീരാമൻ തന്റെ അവതാരോദ്ദേശം അവരെ പറഞ്ഞു മനസ്സിലാക്കി. വിഗ്രഹം അവരെ ഏൽപ്പിച്ച് അയോധ്യയിലേക്ക് പോയി. മുനിമാർ ആ വിഗ്രഹം വനത്തിൽ വെച്ച് പൂജിച്ചു. കുറെ കാലങ്ങൾക്ക് ശേഷം ആ വിഗ്രഹം തിരുക്കണ്ണപുരം ക്ഷേത്രത്തിൽ ശ്രീരാമൻ സന്നിധിയിൽ പ്രതിഷ്ഠിച്ചു പൂജിച്ചു വന്നു. പിന്നീട് വിദേശ പടയെടുപ്പിന്റെ കാലത്ത് ആ വിഗ്രഹം അവിടെ നിന്ന് മാറ്റി തിരുവാരൂർ ജില്ലയിലെ തിരുത്തുറപ്പൂണ്ടിക്ക് അരികിലുള്ള തലൈഞ്ഞായർ എന്ന ഗ്രാമത്തിൽ സീത, ലക്ഷ്മണൻ, ഭരതൻ, ഹനുമാൻ വിഗ്രഹങ്ങളോടൊപ്പം മണ്ണിനടിയിൽ കുഴിച്ചിട്ടു. പല വർഷങ്ങൾക്ക് ശേഷം തഞ്ചെ ഭരിച്ചിരുന്ന മറാത്തിയ മന്നൻ ശരഭോജിയുടെ സ്വപ്നത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് തന്റെ വിഗ്രഹം തലൈഞ്ഞായർ എന്ന സ്ഥലത്തുണ്ടെന്നും അത് കണ്ടുപിടിച്ച് കോവിൽ നിർമ്മിച്ച് പ്രതിഷ്ഠിക്കാനും ഉത്തരവിട്ടു. അപ്രകാരം മന്നൻ തന്റെ പരിവാരങ്ങളോടൊപ്പം സ്ഥലത്തെത്തി വിഗ്രഹങ്ങൾ കണ്ടെടുത്തു. ആ സമയം അവിടെയുള്ള ഗ്രാമവാസികൾ അവിടെ ഒത്തുകൂടി മന്നൻ വിഗ്രഹം കൊണ്ടുപോകുന്നതിൽ തീവ്രമായ എതിർപ്പ് പ്രകടിപ്പിച്ചു. ഉടനെ ലക്ഷ്മണന്റെയും ഭരതന്റെയും ശിലകളെ അവർക്ക് കൊടുത്ത് അവരെ സമാധാനപ്പെടുത്തി ശ്രീരാമന്റെയും സീതയുടെയും ആഞ്ജനേയരുടെയും ശിലകളെ പല്ലക്കിൽ എഴുന്നള്ളിച്ചുകൊണ്ട് തഞ്ചയിൽ പ്രതിഷ്ഠിക്കാനായി മന്നൻ പുറപ്പെട്ടു വന്നു. പക്ഷേ വരുന്ന വഴിയിൽ രാത്രിയായതിനാൽ വിഗ്രഹങ്ങളെ വടുവൂർ കോവിലിൽ വെച്ച് മന്നൻ രാത്രിയിൽ അവിടെ വിശ്രമിച്ചു. ഈ വിഗ്രഹത്തെ കണ്ട വടുവൂരിലെ ജനങ്ങൾ ഈ വിഗ്രഹം വടുവൂർ ക്ഷേത്രത്തിൽ തന്നെ പ്രതിഷ്ഠിക്കണം എന്ന് മന്നനോട് അഭ്യർത്ഥിച്ചു. വിഗ്രഹങ്ങളെ മന്നൻ കൊണ്ടുപോകുന്ന പക്ഷം തങ്ങൾ ജീവൻ കളയുമെന്ന് ജനങ്ങൾ ഒന്നായി പറഞ്ഞപ്പോൾ ശരഭോജി മന്നൻ വിഗ്രഹങ്ങളെ ഇവിടെ തന്നെ പ്രതിഷ്ഠിക്കുകയും പിന്നീട് ലക്ഷ്മണന്റെ വിഗ്രഹത്തെയും നിർമ്മിച്ച് ക്ഷേത്രത്തിന് സമർപ്പിച്ച് ക്ഷേത്രം പുനർനിർമ്മാണം ചെയ്തു എന്നാണ് ഐതിഹ്യം. മുമ്പ് വടുവൂർ ക്ഷേത്രത്തിലുണ്ടായിരുന്ന മൂലവർ രുക്മിണി സത്യഭാമ സമേത ഗോപാലനാണ് ഇപ്പോഴത്തെ ഉത്സവമൂർത്തി എന്നും പറയപ്പെടുന്നു. ഏകദേശം 2000 വർഷത്തോളം പഴക്കം തോന്നിക്കുന്നതും കിഴക്ക് ദർശനമായ 5 നില രാജഗോപുരത്തോടെയും കാണപ്പെടുന്ന വടുവൂർ കോദണ്ഡരാമർ ക്ഷേത്രം ശരഭോജി മന്നൻ പുനർനിർമ്മാണം ചെയ്തതായിരിക്കാം എന്നാണ് അനുമാനം. ക്ഷേത്ര മുൻവശത്ത് ക്ഷേത്രതീർത്ഥം. രാജഗോപുരം കടന്ന് അകത്ത് പ്രവേശിച്ചാൽ വലതുഭാഗത്ത് ഒരു മണ്ഡപം, അതിനടുത്തായി അഹോബില മഠം. കൊടിമരം, ബലിപീഠം കടന്നുള്ള മണ്ഡപത്തിൽ രാമായണത്തിലെ ദൃശ്യങ്ങൾ. പ്രധാന സന്നിധിയിൽ പുഷ്പവിമാനത്തിന് കീഴെ ഭഗവാൻ ശ്രീരാമൻ കോദണ്ഡം എന്ന വില്ലോടെ സീതാസമേതനായി കോദണ്ഡരാമർ എന്ന നാമത്തോടെ മാറിൽ മഹാലക്ഷ്മി പതക്കവും സാളഗ്രാമമാലയും അണിഞ്ഞ് ലക്ഷ്മണനോടും ആഞ്ജനേയരോടുമൊപ്പം ദർശനം തരുന്നു. പ്രത്യക്ഷം കണ്ണുമഹർഷി. മുൻമണ്ഡപത്തിൽ രുക്മിണി സത്യഭാമ സമേത ഗോപാലർ. ക്ഷേത്രത്തിൽ തെക്ക് ദർശനമായി പരമപദവാതിൽ. ഗോശാലയും നന്ദവനവും ഇവിടെയുണ്ട്. ഇവിടെ ഭഗവാന്റെ നക്ഷത്രം പുണർദം. ഈ കോവിലിൽ നടക്കുന്ന ഭഗവാന്റെ തിരുക്കല്യാണം ദർശിച്ചാൽ വിവാഹ തടസ്സം മാറും. സന്താനഭാഗ്യത്തിന് സന്താന ഗോപാലകൃഷ്ണന് വെണ്ണ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഉത്തമം. ഇവിടെയുള്ള ഭഗവാനെയും ദേവിയെയും പ്രാർത്ഥിച്ചു പോയാൽ അനുസരണയുള്ള സത്സന്താനങ്ങൾ ജനിക്കും, ധർമ്മചിന്തകൾ ഉണ്ടാവും എന്നതാണ് പരക്കെയുള്ള വിശ്വാസം. ക്ഷേത്രത്തിൽ ശ്രീ ഹനുമാൻ, ലക്ഷ്മി നരസിംഹർ, ഹയഗ്രീവർ, വിനായകർ, ദേശികർ, നമ്മാഴ്വാർ, മണവാള മാമുനി, വിശ്വക്സേനൻ,
ആണ്ടാൾ നാച്ചിയാർ, ആദിശേഷൻ, ആഴ്വാർമാർ എന്നിങ്ങനെ കുറച്ച് ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം മകിഴമരം, വകുളമരം. ക്ഷേത്രതീർത്ഥം സരയൂ പുഷ്കരണി. പഞ്ചരാത്ര ആഗമവിധി പ്രകാരമുള്ള 7 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. രാമനവമി, 10 നാൾ ബ്രഹ്മോത്സവം, തിരുക്കല്യാണം, ഗരുഡസേവ, 9ാം നാൾ രഥോത്സവം, അക്ഷയ തൃതീയ, ഹനുമത് ജയന്തി, നരസിംഹ ജയന്തി, വൈകുണ്ഠ ഏകാദശി, പുരട്ടാസി ശനിയാഴ്ചകൾ എന്നിവയും ക്ഷേത്രത്തിൽ പ്രധാനം. പൂജാ സമയം രാവിലെ 7:30 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 മണി വരെ. വൈകുന്നേരം 4:30 മണി മുതൽ രാത്രി 8:45 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ മന്നാർഗുഡിയിൽ നിന്ന് 15 കിലോമീറ്റർ, തിരുവാരൂരിൽ നിന്ന് 25 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ മന്നാർഗുഡി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.